ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്നൊരു ട്രിപ്പ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ അൽ മജാസിലുള്ള വാട്ടർഫോളിലോട്ടാണ് പോകുന്നത്. അൽ മജാസ് ഷാർജയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള വാട്ടർഫോളിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വൈകുന്നേരം ടൈമിലാണ് നമ്മൾ പോകുന്നത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. നല്ലൊരു വൈകുന്നേരം തന്നെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും സൂര്യൻ പതുക്കെ താഴ്ന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു നെയ്റ്റും കൂടിയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയതെന്ന് പറയാം. ഇവ നല്ല സ്റ്റോളറിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വൈകുന്നേരം ആയപ്പോൾ നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഗേസ്, നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നോക്കൂ ഗേസ്, ഇവ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഉണ്ടല്ലോ, എന്നെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിച്ചൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഉള്ള നെയ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ചില്ല് ചെയ്യാണ് നെയ്റ്റ്. അതായത് പുറത്തിറങ്ങുകയാണ്, അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രായമായവർ വരെ, വയ്യാത്തവർ വരെ നെയ്റ്റ് വരികയാണ്, ആഘോഷിക്കുകയാണ്. അവരവരുടേതായ സമയം വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് പോവുക, അതെല്ലാവരും കൂടി ചുറ്റിയിരുന്ന് കഴിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ റിലാക്സിങ് ആയിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിലും രാവിലെ ആണുങ്ങൾ പണിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, എന്നിട്ടാണ് നമ്മളെല്ലാവരും പുറത്തിറങ്ങുന്നത്, ചില്ല് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വരണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗേൾസിനൊക്കെ അത് അടിപൊളിയായേനെ. ഗെയ്സ്, നമ്മൾ പറഞ്ഞ് എവിടേക്കൊക്കെയോ പോകുന്നു. അങ്ങനെ ഗേസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാർക്കറ്റിലൂടെയാണ്. നല്ല അടിപൊളി മാർക്കറ്റായിരുന്നു, കാണാനൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഈ മാർക്കറ്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു പൂരപ്പറമ്പില്ലേ, ആ ഒരു ഫീലാട്ടോ വന്നത്. നിറയെ കളിപ്പാട്ടങ്ങൾ, വളരെ അടുത്തടുത്തടുത്ത് കടകൾ. ശരിക്കും എനിക്ക് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടോ, ഇതെല്ലാം കൂടി കണ്ടപ്പോൾ. നല്ല രസമായിരുന്നു കേട്ടോ മാർക്കറ്റ് കാണാൻ. ശരിക്കും ഉണ്ടല്ലോ, ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. 2024 ഞങ്ങളിവിടെ വരുന്നത്. അന്നത്തേക്കാളും ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എനിക്കങ്ങനെ ഫീൽ ചെയ്തു, ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ട് ഫീൽ ചെയ്തു. അന്നത്തെ കുറച്ച് ക്ലിപ്സ് ഇതാ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. നോക്കൂ, നിങ്ങൾക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ. അന്ന് നമ്മൾ കയാക്കിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇത്ര ലേറ്റ് ആവുന്നതിന് മുന്നേയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അന്നും അടിപൊളിയായിരുന്നു കാണാൻ, ഇന്നും അടിപൊളിയാണ്. ബട്ട് ഇന്നത്തേക്കാളും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കി നോക്കുക, 2024 2025 ലാസ്റ്റിലെയും ഡിഫറൻസ് നോക്കൂട്ടോ. ഐ തിങ്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളതും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നോക്കൂ, അത് രണ്ടും തമ്മിൽ സെയിം അല്ലേ. ഇതാണ് അവിടെ വന്ന ഡിഫറൻസ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പക്ഷെ അന്നൊരു പകലായതുകൊണ്ടും ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി ആയതുകൊണ്ടും ഉള്ളൊരു മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്നത് ഒരു പ്രധാന ഐറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ലൈറ്റ് ഷോ ആണ് ഇവിടുത്തെ പ്രധാന ഐറ്റം. അന്നത്തെ ലൈറ്റ് ഷോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് ഇവിടെ വെച്ചിട്ടായിരുന്നു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നത്. വെള്ളത്തിലല്ലായിരുന്നു കേട്ടോ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നത്, പുറത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇന്ന് നമ്മൾ വെള്ളത്തിൻ്റെ നടുവിലാണ് ലൈറ്റ് ഷോ കാണാൻ പോകുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് കാണാം. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കും സ്റ്റാർട്ട് ചെയ്യാനെന്നാണ് പറഞ്ഞത് അവർ. ഗേസ്, ആ വരുന്ന വണ്ടി നോക്കും, നല്ല രസമല്ലേ കാണാൻ. ഒരു മഹിലിൻ്റെ ആകൃതിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കുട്ടികൾ ഓടിക്കുന്ന വണ്ടിയാണ് ഇവിടുത്തെ. ബട്ട് നല്ല രസമുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടിയും കാണിക്കണമെന്ന് തോന്നി. ശരിക്കും അടിപൊളിയായിരുന്നു. ബാഗൊക്കെ കാണാൻ നോക്കും, നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടില്ല വണ്ടി കാണാൻ. അങ്ങനെ ഗേസ്, വീണ്ടും നമ്മൾ മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈറ്റ് ഷോ ഏകാനും നിമിഷങ്ങൾക്കകം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലേ എന്നൊക്കെ. നമ്മളങ്ങനെ ഇവിടെയൊക്കെ നടന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം സംസാരിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നടന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗേസ്, അവിടെ ഒരു സാധനം നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണേ. സംഭവം നമ്മൾ എടുത്തു പോയി നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടികളുടെ കൂടെ അവർ കളിക്കുന്ന കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികൾ അവരുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവരെ കാണാൻ പറ്റുന്നില്ലേ? ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന, കളിക്കുന്ന, അടിപൊളിയായിരുന്നു കേട്ടോ അവരെ കാണാൻ. അവർ മറ്റുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു.
ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ലൈറ്റ് ഷോ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നോക്ക് എന്ത് ഭംഗിയാണ്, നോക്ക് ഇവിടുന്ന് കാണാൻ തന്നെ. നമ്മൾ വേഗം നടന്ന് അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നമ്മൾ വാട്ടറിൻ്റെ നടുവിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അവർ. അടിപൊളിയായിട്ടില്ലേ ഗൈസ്, നോക്കൂ. ശരിക്കും അവിടെ അടിപൊളിയായിട്ട് ഉള്ള മ്യൂസിക്സ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് നിങ്ങളെ കേൾപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് കോപ്പിറൈറ്റ് എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് എനിക്ക് അത് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടും അപ്പം ഞാൻ തന്നെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവിടുത്തെ മ്യൂസിക്കൊക്കെ കേൾക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അവൻ്റെ കിലുക്കത്തിൻ്റെ ശബ്ദം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. ശരിക്കും ലൈറ്റ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ. ലൈറ്റ് ഷോ കാണാൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. പിന്നെ ഇതിൽ കണ്ട മറ്റൊരു കാര്യമായിരുന്നു കേട്ടോ, അതിൻ്റെ നടുക്ക് നിന്ന് ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതായത് ലൈറ്റിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലൈറ്റ് ഷോയിൽ തന്നെ അവർ എടുത്തിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നോക്കൂ ഗേസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോക്കൂ, ഒരു വൈറ്റ് ഡ്രസ്സിട്ട്, നോക്കൂ ഒരു കൊട്ടുന്ന സാധനമൊക്കെ, അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നോക്കൂ ഗേസ്, നല്ല ഭംഗിയില്ല അയാൾ അവിടെ നിന്ന് കളിക്കുന്ന കാണാൻ. നിങ്ങൾ കണ്ടോ അയാളെ? അതിനുശേഷം നമ്മൾ ഒരു മാംഗോ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച്. ഒരു കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നല്ലോ മാംഗോ ഐസ്ക്രീം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ശരിക്കും അടിപൊളിയായിരുന്നു. ബട്ട് അതിന് ആകൃതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര സോഫ്റ്റും ക്യൂട്ടും ആയിരുന്നു കേട്ടോ. നോക്കൂ കേസ്, അടിപൊളിയായിട്ടുള്ള അതിൻ്റെ ഒരു അത് എടുക്കുന്നത് കാണാൻ തന്നെ ഉള്ളിൽ നിന്ന് ഒരു തള്ളി എടുക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കറക്റ്റ് ഒരു മാങ്ങ, നല്ല സോഫ്റ്റും കഴിക്കാനും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു ഗേസ്. അങ്ങനെ ഗേസ് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മൾ ലെബൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗേസ്. ശരിക്കും ഉണ്ടല്ലോ, ഇവ നമ്മളടുത്ത് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. യാത്ര പോകാനും അവന് ഇഷ്ടമാണ്, എല്ലാതും കാണാനും എല്ലാതും ആസ്വദിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചു എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പം അവനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ആളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു പ്രത്യേകത കേട്ടോ. ലൈറ്റ്സൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഞങ്ങളും എൻജോയ് ചെയ്തു അവനോടൊപ്പം. അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്താണ് ഒരു പപ്പിക്കുട്ടീനെ കണ്ടത് കേട്ടോ. ഇതെന്ത് സാധനം, ഇങ്ങനെയുണ്ടോ സാധനങ്ങൾ ഈ ഭൂമിയിൽ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അവരെ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അതിനെ തന്നെ അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഭൂമിയിൽ ഇങ്ങനൊരു സാധനമുള്ളത് അവൻ ആദ്യമായിട്ട് കാണില്ലേ, അതിൻ്റെ ഒരു ആശ്ചര്യമായിരുന്നു അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേസ് നമ്മൾ നേരെ ലെബനിലോട്ട് പോവാണ്. അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ ലെബൻ, ഒരു വൈറലായിട്ടുള്ളൊരു സാധനം തന്നെയാണല്ലോ ലെബൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ അത് കഴിക്കാമെന്നുള്ള ഇതിലാണ് പോകുന്നത്. B11 എന്നുള്ള സാധനം അത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നൊരു പള്ളിയാണ് കേട്ടോ. ഗേസ്, ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയില്ലേ? എന്ത് ഭംഗിയാണ് നോക്കുക അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ആ ലൈറ്റ്സും അതിൽ ആ ഊഞ്ഞാലും അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ ഫൈനലി നമ്മൾ ലെബനിലോട്ട് എത്തിയിരിക്കുകയാണ്. 2 ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ആൾ ഭയങ്കരമായിട്ട് കിൽക്കം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തതിൻ്റെ സാധനത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി ഗേസ്. 2 സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് നേരെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിൽ പോയി അവിടുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ അവിടുന്ന് നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ ഇറങ്ങി. എനിക്കിതിൽ നമ്മൾ 2 ഫ്ലേവറായിരുന്നു, ഒന്ന് ചോക്ലേറ്റും ഒന്ന് പിസ്തയായിരുന്നു വരുന്നത്. എനിക്കതിൽ പിസ്ത ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.